മോളെ, മോക്ക് ചെറിയമ്മയെ അർച്ചനേന്റെ വരാൻ പോകുന്നു. ആ എന്താ? അല്ല, പുതിയ കവിതയൊന്നും എഴുതിയിട്ടില്ല. ക്ഷമിക്കണം, ശീലമായി പോയി. നിർത്തിക്കൂടെ? നിർത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല. സാറിന്റെ ജീവിതം ആവശ്യമില്ലെങ്കിൽ അതെനിക്ക് തരാമോ സാർ? സാറിന് എന്നെ വിവാഹം ചെയ്യാമോ? എന്താ പറഞ്ഞത്? എന്റെ അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. എന്റെ വിവാഹം നടന്നില്ലെങ്കിൽ ചത്താലും കണ്ണടയില്ല എന്ന് പറയുന്ന എന്റെ അച്ഛന് വേണ്ടിയാണ് സാർ. നീ എന്റെ അനിയത്തിയാണ്, എന്റെ സ്വന്തം അനിയത്തി. ഒരു ചേട്ടനെ പോലെ നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു. എന്റെ അനിയത്തിയാണ്, ഒരേ ഒരു സഹോദരി. അവൾ ഒരാളെ സ്നേഹിച്ചു, അവനുമൊത്ത് ജീവിക്കുക, അതായിരുന്നു അവളുടെ സ്വപ്നം. ആരും എതിർത്തില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ. അവനും അവളെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ നടന്നില്ല. പണമായിരുന്നു പ്രശ്നം, പെൺപണം. അവർക്കത് കൂടിയേ തീരൂ. കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലാതെ പോയി. അവൻ മറ്റൊരുവളെ വിവാഹം ചെയ്തു. ആ ആധിയിൽ നീറിയാണ് എന്റെ അനിയത്തി മരിച്ചത്. അനിയത്തി, നിന്നെ ഞാനിതാ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അർച്ചനെ, ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. വിമൽകുമാറിന് നഴ്സിംഗ് ഹോം പണിയണമെന്നുണ്ട്. 4 ലക്ഷം രൂപ ചോദിച്ചു. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 100 പവന്റെ ആഭരണങ്ങൾ. സംശയിച്ചെന്നില്ല, അത് ഏറ്റു. സ്ത്രീധനം കിട്ടോ? അങ്ങനെയല്ലേ എന്റെ പേര് പറയുക. ഞാൻ വിടുമോ? പുറമെ ഒരു കാറും കൂടെ ഓഫർ ചെയ്തു. മോളെ, അച്ഛൻ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. നിന്റെ സുഖവും സന്തോഷവുമാണ് ഈ അച്ഛനെ കാണേണ്ടത്. എന്റെ മോള് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. മരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിന്റെ അമ്മ നിന്നെ എന്നെ ഏൽപ്പിച്ചത്. പിന്നെ വിവാഹം ഈ അച്ഛൻ ഈ നാടറിയ നടത്തും. കുമാരൻ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ 10 ലക്ഷം തന്നെ നമുക്ക് ചോദിക്കാമായിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ച് ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ് വേണ്ടേ? 30 കൊല്ലത്തിന് മുമ്പ് 2 ലക്ഷമാ എന്റെ അച്ഛൻ നിങ്ങളുടെ കയ്യിൽ എണ്ണിത്തന്നത്. രാമകൃഷ്ണൻ 3 ലക്ഷം വാങ്ങിച്ചു. അത് 7 കൊല്ലത്തിന് മുമ്പ്. ഇവനെ ഡോക്ടറാക്കാൻ ചില്ലറയാണോ ഞാൻ ചെലവാക്കിയത്? എന്നാലും ഏത് സാധനത്തിനും വില കൂടുതലല്ലേ എന്ന് ആ നിലയ്ക്ക് ചോദിക്കാമായിരുന്നു. ഓ, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ സാമർത്ഥ്യം പോലെ ബാക്കി. കൊച്ചച്ഛ, അപ്പൊ എന്നാ കല്യാണം?
എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നറിയാമോ? ഇറങ്ങ. എന്റെ ക്ഷമ പരീക്ഷിക്കുകയായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണം. അതിനായി 6 ലക്ഷം രൂപയോളം വില തരണം, അല്ലേ? വിമൽ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. വിമലിന് എന്നെയും വേണമല്ലോ. എനിക്കെന്ത് വില തരും? അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. അച്ഛനെ നീ കാര്യമായിട്ടാണോ സംസാരിക്കുന്നത്? അതെ. മറുപടി ഉണ്ടോ? അച്ഛനെ അമ്മയും അച്ഛനും ഒക്കെ കൂടുതൽ സംസാരിക്കണ്ട. മറുപടി ഉണ്ടാവില്ല. വിമലിനോടുള്ള എന്റെ സ്നേഹം മനസ്സിലടക്കി വെച്ചുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ. ഒരു വിൽപ്പ ചെറുക്കിന് എനിക്ക് ഭർത്താവായി ആവശ്യമില്ല. നമ്മുടെ വിവാഹം നടക്കില്ല. കുറിപ്പിനോട് ഞാൻ സൗദാമിനിയാണ് പറയുന്നത്. എന്റെ മകൻ വിമൽ തെരുവ് തന്നെയൊന്നുമല്ല. ഈ മാനക്കേടിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്താ ഞാൻ പറയുന്നത് കേക്ക് കുറിപ്പേ. വിമലിന്റെ വിവാഹം എനിക്ക് ഉടനെ നടത്തണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ ശരി ശരി കുറിപ്പേ. വല്യമ്മച്ചിക്ക് എന്തൊരു ദേഷ്യം. അച്ഛനെ എന്താ? രാധയുടെ വിവാഹം. അതെയോ? സ്ത്രീധനമായ ആ വീടെഴുതി കൊടുക്കാമെന്ന വ്യവസ്ഥയില്ല. അവളുടെ അച്ഛൻ വാക്കുകൊടുത്തു. പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. കാരണം? ഡോക്ടർ വിമൽ കുമാറാണ് വരൻ. അർച്ചനയും വിമലും അത്രയും സ്നേഹത്തിലായിരുന്നു അച്ഛാ. ആ കൂട്ടുകാരിയുടെ സ്ഥാനത്ത് മധുവിന്റെ വേഷം കെട്ടി ചെല്ലാൻ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ആ വിവാഹം നടക്കുകയില്ലെന്നല്ലേ മോളെ പറഞ്ഞത്? എന്നാലും ആളും മനസ്സും മാറില്ലല്ലോ അച്ഛാ. നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒരുക്കമാണെന്ന് അവർ സമ്മതിച്ചു. ഞാൻ വാക്കും കൊടുത്തു. അച്ഛൻ തെരുവിലിറങ്ങി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന് ഇതാണ് മോളെ നിന്നെ കെട്ടാൻ പോകുന്നവൻ എന്ന് എന്നോട് പറയൂ. ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ ഇതിന് മാത്രം അച്ഛനെന്നെ നിർബന്ധിക്കരുത്. എന്റെ കൂട്ടുകാരെ വഞ്ചിക്കാൻ എനിക്കാവില്ല അച്ഛാ. രാധേ, ഒരിക്കലും നീ എന്നെ വഞ്ചിക്കുന്നില്ല. സ്ത്രീധനക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ സ്വയം വേണ്ടെന്ന് വെച്ചതാണ്. നിന്നെ അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയെ നിന്നെ വിവാഹം ചെയ്യും. ആ സ്ഥാനത്ത് നീ ആവുന്നേ ഉള്ളൂ. അച്ഛനെ വിമലിന്റെ അമ്മയെ അനുസരിക്കാനല്ലാതെ എതിർക്കാൻ കഴിവില്ലാതെ പോയി. എന്നാലും ഞാൻ പറയുന്നു, വിമൽ നല്ലവനാണ്. അത് പറയാൻ ലോകത്ത് മറ്റാരേക്കാളും യോഗ്യത എനിക്കുണ്ട്. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. നിന്റെ വിമലിന്റെ സ്നേഹത്തിന് കൂട്ടുനിന്നവളാണ് ഞാൻ. അതിലാനന്ദിച്ചിരുന്നവളാണ്. ആ എന്നോടാണ് നീ പറയുന്നത്. ഇടി, വിമൽ അല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. അയാൾ വിമലിനേക്കാൾ യോഗ്യനായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെ കരുതുക? സമ്മതിക്കുമെന്നേ, നിനക്ക് വേണ്ടിയിട്ടല്ല. നിന്റെ വിവാഹമാണ് നിന്റെ അച്ഛന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷമെന്ന് നീ തന്നെ പറയാറില്ലേ? ആ അച്ഛന് വേണ്ടിയിട്ട്.
മുഴുവനും ഇപ്പൊ കിട്ടിയിട്ടില്ല. സാരല്ല, അവരുടെ വീടും പുരയിടവും 6 or 7 ലക്ഷത്തിന് കാണുന്നാണല്ലോ കുറിപ്പ് പറഞ്ഞത്. അതിന് എഴുതി കിട്ടിയ വേറെ കെട്ടൊന്നും പണിയണ്ട. നമുക്ക് നഴ്സിംഗ് ഹോം അവിടെ തന്നെ തുടങ്ങാം. അത് കൈ കിട്ടുന്നത് വരെ നീ നിന്നെ മറക്കരുത്. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായല്ലോ? ചെല്. ഗൃഹപ്രവേശനത്തിനായിരിക്കും. വിമൽ, ചേട്ടൻ എന്ന നിലയ്ക്കും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും ഒരു അഡ്വൈസ്. നീ പോടാറുന്നു. അനിയ, മാരേജ് ഈസ് എ കോൺട്രാക്ട്, ഒരു കരാറാണ്. ശരീരം കൊണ്ട് മാത്രം, മനസ്സുകൊണ്ടല്ല. സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം കൂടി ആവശ്യപ്പെടും. കൊടുത്തു പോരുത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അവന്റെ ഒരു ലാത്തിയടി. നീ പോമനെ. രാധ ഓർക്കുന്നു, കോളേജിലെ ഒരു ഡിബേറ്റിംഗിൽ അർച്ചന പ്രസംഗിച്ചത്? തറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പണവും സ്നേഹവും വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. അവ ഒരിക്കലും ഒന്നിച്ചു പോവുകയില്ല. ഈ സദസ്സിലെ പുരുഷന്മാരുടെ പ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശബ്ദം ഞാൻ ഉയർത്തുന്നു. ഭർത്താക്കന്മാരെന്ന പേരിൽ പുരുഷന്മാരെ സ്ത്രീധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന പൈശാചികത്വത്തിന് ഞങ്ങളുടെ തലമുറയെ ഇനിയും അധികകാലം നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ അർച്ചനെ കുറ്റപ്പെടുത്തുകയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവളുടെ സ്ഥാനത്തേക്കാണ് നീ വന്നിരിക്കുന്നത്. എന്റെ അച്ഛൻ ഈ വീട്ടിൽ ആരുമല്ല. ചേട്ടന്റെ ലോകത്ത് ജീവിക്കുന്നു. ഒരിക്കൽ ചേട്ടത്തെയും അതിനെതിരെ എന്തോ പറഞ്ഞു. അന്ന് അവർക്കേറ്റ മർദ്ദനമാണ് അവരെ ഒരു നിത്യരോഗിയാക്കിയത്. പാവം അമ്മണിക്ക് ആ കഥകളൊന്നും അറിയില്ല. രാധ ഇരിക്കൂ. ഈ വീട്ടിൽ വേലക്കാരികളില്ല. വരുന്നവരൊക്കെ അധികനാൾ അമ്മയുമായി ഒത്തുപോകില്ല. അത്യാവശ്യം ജോലികളൊക്കെ രാധയും ചെയ്യേണ്ടി വരും. കൊല്ലത്തെ ഒരു ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ നഴ്സിംഗ് ഹോം ശരിപ്പെടുന്നവരെ ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ വരൂ. പിന്നെ കഴിഞ്ഞതൊക്കെ മറക്കാൻ പെട്ടെന്ന് കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതം വായിക്കൂ. എന്താണ്? വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ട വിമൽ, കഴിഞ്ഞതൊക്കെ മറക്കൂ. എന്റെ സഹോദരിയാണ് നിന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. അവളെ സ്നേഹിക്കുക, അവൾക്ക് ജീവിതം നൽകുക. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് കാണാൻ ആരെക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. സസ്നേഹം, അർച്ചന.